ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് യൂണിറ്റായ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് അഥവാ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭക്തി എന്നാൽ എന്ത്? വാട്ട് ഈസ് ഭക്തി? എന്താണ് കൂട്ടുകാരെ ഭക്തി എന്ന് പറയുന്നത്? അതെ, ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. യെസ്, ഭക്തി എന്ന് പറയുന്നത്. ഭക്തി ഇസ് ദ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഓഫ് വൺസ് ലൈഫ് ടു ദ ഗോഡ് സേയിങ്. ഭക്തി ഇസ് ദ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ് സേയിങ്. ഓക്കെ, ദെൻ ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്ത്? വാട്ട് ഈസ് ഭക്തി മൂവ്മെന്റ്? എന്താണ് ഭക്തി മൂവ്മെന്റ്? അതെ, ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഐഡിയാസ് ആൻഡ് ആക്ഷൻ ദാറ്റ് അറൈസ് ബേസ്ഡ് ഓൺ ഭക്തി നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഭക്തി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുവാനിടയായ കാരണമാണ്. വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഭക്തി മൂവ്മെന്റ്? വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഭക്തി മൂവ്മെന്റ്സ്? എന്തൊക്കെയാണ് കാരണം? യെസ്, യാഥാസ്ഥിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും സൃഷ്ടിച്ച സാമൂഹിക വിവേചനമാണ് ഭക്തി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുവാനിടയായ കാരണം. അതായത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് ബൈ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് കാസ്റ്റ് സിസ്റ്റം. എന്താണ് കാരണം? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് ബൈ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് കാസ്റ്റ് സിസ്റ്റം. ഇതിൽ നാലാമത്തെ ചോദ്യം നോക്കാം. ഏതെല്ലാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത്? ഡ്യൂറിങ് വിച്ച് സെഞ്ചുറീസ് ഡിഡ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് എക്സിസ്റ്റ്? ഏതെല്ലാം നൂറ്റാണ്ടുകൾക്കിടയിലാണ്? അതെ, CE 7 മുതൽ 12 നൂറ്റാണ്ടുകൾക്കിടയിലാണ്. അതായത് ബിറ്റ്വീൻ 7th and 20th സെഞ്ചുറി CE. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന് ഭക്ത കവികൾ ആരെല്ലാം എന്നാണ് ചോദിച്ചത്. വേർ ദ ഡിവോഷണൽ പോയറ്റ്സ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്? ആരൊക്കെയായിരുന്നു? യെസ്, ആഴ്വാറിലും വിഷ്ണു ഭക്തരിലും. ആരൊക്കെയാണ്? യെസ്, കുലശേഖര ആഴ്വാർ, പെരിയോർ, ദെൻ നമ്മാഴൂർ, ആണ്ടാൾ, അതുപോലെ തന്നെ നായനാർ ശിവഭക്തരിൽ കാരക്കലമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, വാസകർ. ഓക്കെ, ദെൻ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഈ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ്. എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്? ഭക്തി മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? യെസ്, പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, അതായത് കമ്പോസിഷൻ ഓഫ് സിംഗിങ് ആൻഡ് ഡിവോഷണൽ സോങ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ്. ദെൻ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. അതുപോലെ എന്താണ്? ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ദെൻ സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. ദെൻ ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, ഡീപ് ഡിവോഷൻ ടു ദ ബിലോവഡ് ഡിലേ. ദെൻ ഏഴാമത്തെ ചോദ്യം നോക്കാം. ആഴ്വാർമാരുടെ രചനകൾ എന്നറിയപ്പെടുന്നത്, റൈറ്റിംഗ് ഓഫ് ആഴ്വാർ ആരാണ്? എന്തായിരുന്നു രചനകൾ അറിയപ്പെടുന്നത്? എങ്ങനെയാണ്? യെസ്, 4000 ദിവ്യപ്രബന്ധം. ഓക്കെ, 4000 ദിവ്യപ്രബന്ധം. ദെൻ നായനാർമാരുടെ രചനകൾ അറിയപ്പെടുന്ന റൈറ്റിംഗ് നായനാർസ് ആർ നോൺ, യെസ്, തിരുമുറൈകളാണ് അല്ലെ. എന്താണ് കൂട്ടുകാരെ? യെസ്, തിരുമുറൈകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായ മനുഷ്യ സ്നേഹി, അതായത് ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ഇൻ ദ 12th century, ഫിലാന്ത്രോപ്പിസ്റ്റ്. ആരാണ്? യെസ്, ബസവണ്ണയാണ് അല്ലെ. ആൻസർ എന്താണ്? ബസവണ്ണ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബസവണ്ണ എന്തിനാണ് അനുഭവ മണ്ഡപം സ്ഥാപിച്ചത്? വൈ ഡിഡ് ബസവണ്ണ സെറ്റ് അപ്പ് അനുഭവ മണ്ഡപം? എന്തിനു വേണ്ടിയായിരുന്നു? യെസ്, ആത്മീക ചർച്ചകൾക്കും അതുപോലെ തന്നെ അറിവ് പുതുക്കലിനുമായിരുന്നു അല്ലേ. ആത്മീക ചർച്ചകൾക്കും അറിവ് പുതുക്കലിനും, അതായത് ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ നോളജ്. ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിന്യൂവൽ നോളജ്. ദെൻ 11ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഹു ലെഡ് ദ ഡിസ്കഷൻ ഇൻ അനുഭവ മണ്ഡപം? ആരൊക്കെയായിരുന്നു? യെസ്, അല്ലമ പ്രഭു, അക്ക മഹാദേവി അല്ലേ. അല്ലമ പ്രഭുവും അക്ക മഹാദേവിയുമായിരുന്നു. ദെൻ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ഐഡിയാസ് ഫോം ദ ഡിസ്കഷൻ ഓഫ് അനുഭവ മണ്ഡപം? എന്തായിരുന്നു പേര്? യെസ്, വചനങ്ങളാണല്ലേ, അഥവാ വചനാസ്. ഓക്കെ, എന്താണ്? വചനങ്ങൾ അഥവാ വചനാസ്.
ഓക്കെ, ദെൻ ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ്. നെയിം ഓഫ് ദ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. എന്തായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ പേര്? യെസ്, വീരശൈവ പ്രസ്ഥാനം അല്ലേ, വീരശൈവ മൂവ്മെൻറ്റ്. ദെൻ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. വാട്ട് ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്? എന്തൊക്കെയായിരുന്നു? യെസ്, ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളെയും പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. അതായത് ബ്രാഹ്മണിക്കൽ സൂപ്രമസി ആൻഡ് അതോറിറ്റി ദ വേദാസ് വേർ ക്വസ്റ്റ്യൻ. അതുപോലെ ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതായത് പീപ്പിൾ were educated against caste discrimination and discrimination against women. നെക്സ്റ്റ് എന്താണ്? യെസ്, ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. മോണോതെയിസം വാസ് എൻകറേജ്ഡ്. ദെൻ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കൺവിൻസ് ദ പീപ്പിൾ അബൌട്ട് ഗേഫുൾ വർക്ക് ആൻഡ് ലേബർ. ദെൻ എന്താണ്? ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അതായത് ഒപ്പോസ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ മാരേജ് അല്ലേ, വിഡോ റീമാരേജ്. ദെൻ നെക്സ്റ്റ് നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാന പ്രചാരകൻ ആരായിരുന്നു? യെസ്, ഭക്തി മൂവ്മെന്റ് പ്രിയേഴ്സ് ഹു ലിവ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ 15th century. ആരായിരുന്നു? യെസ്, കബീർ ആണല്ലേ. ആരാണ്? യെസ്, കബീർ. ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിന്റെ ആശയം എത്രത്തോളം സഹായിച്ചു? ടു വാട്ട് എക്സ്റ്റെൻസ് ഡിഡ് കബീർസ് ഐഡിയാസ് പ്രൊമോട്ടിംഗ് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ? എങ്ങനെയൊക്കെ സഹായിച്ചത്? യെസ്, എന്താണ്? ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ എന്താണ്? യെസ്, ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതുപോലെ ജാതി, മതം, വർഗം, കുടുംബം, മഹിമ, സമ്പത്ത് തുടങ്ങിയ വർണ്ണം, കുടുംബം, മഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും വിമർശിച്ചു. മതപാരമ്പര്യങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചു. ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിച്ചു. ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഹി റിമൈൻഡഡ് ദാറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. ദെൻ ഹി ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ് ആൻഡ് ഡോ വർഷിപ്പ് were meaningless. Then he criticized all kinds of discrimination based on caste, religion, race, legacy, wealth, etc. He rejected religious traditions completely. Then he also ignored the external rituals of religions. Then he believed in formless God, propagated bhakti as me. Okay, then next question നോക്കാം. കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതെങ്ങനെ? ഹൗ ഡിഡ് കബീർ സ്പ്രെഡ് ഹിസ് ഐഡിയാസ്? എങ്ങനെയാണ്? യെസ്, ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണല്ലേ. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന കീർത്തനങ്ങളിലൂടെ. ത്രൂ ഹൈമൺസ് നോൺ ആസ് ദോഹാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുനാനാക്ക് ജനിച്ചത് എവിടെ? വേർ വാസ് ഗുരുനാനാക്ക് ബോൺ? എവിടെയാണ്? യെസ്, 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? യെസ്, ഗുരുനാനാക്ക് അല്ലേ. ഇപ്പോൾ നമുക്ക് എഴുതാം. ഗുരുനാനാക്ക് വാസ് ബോൺ ഇൻ 15th century ഇൻ ദ വില്ലേജ് ഓഫ് തൽവാണ്ടി, നൗ ഇൻ പാകിസ്ഥാൻ അല്ലേ. ഇപ്പോൾ ഇത് എവിടെയാണ്? പാകിസ്ഥാനിലാണല്ലേ. ഇൻ ഷേഖ്പൂർ, പഞ്ചാബ്. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം. മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതായത് വാട്ട് ആർ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരുനാനാക്ക് സ്പ്രെഡ് ടു ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്? എന്തെല്ലാം മാർഗങ്ങളായിരുന്നു? യെസ്, വിവിധ മതങ്ങളെ എന്ത് ചെയ്തു? വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിച്ചു. അതുപോലെ തന്നെ ആ മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ എതിർത്തു. ഏകദൈവ വിശ്വാസം, തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിനായി പ്രേരിപ്പിച്ചു. പൊതു അടുക്കളയുടെ അതായത് ലങ്കാറിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഇതിന് ഇംഗ്ലീഷ് മീഡിയം.
Then oppose the vain practice of the meanings religious rituals. അതുപോലെ തന്നെ promoted monotheism, equality, brotherhood, love, goodness and religious tolerance. Then rejected caste discrimination, tolerity, pilgrimage. Then question economic inequality. Then encouraged to abstain from using intoxicants. Then emphasize the importance of the langar of community kitchen. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരെ കൃഷ്ണ ഭക്തയാണ് അല്ലേ, കൃഷ്ണഭക്ത രജപുത്ര പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിത്തോർ രാജസ്ഥാൻ. ആരായിരുന്നു? യെസ്, മീരാബായി ആണല്ലേ. ആൻസർ എന്താണ്? മീരാബായി. ദെൻ തമിഴ്നാട്ടിലെ പ്രശസ്തനായിരുന്ന ഭക്ത കവയത്രിമാരാരൊക്കെയാണ്? അതായത് വേർ ഫേമസ് തമിഴ്നാടും. കാരക്കലമ്മയാർ ആണ്ടാളാണല്ലേ, കാരക്കലമ്മയാറും ആണ്ടാളുമാണ്. ദെൻ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത്? ഹൂ ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്? ആരായിരുന്നു? യെസ്, അക്ക മഹാദേവിയാണ് അല്ലേ, അക്ക മഹാദേവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത്? ഹൂ ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്ര? ആരാണ്? യെസ്, മഹിനാബായി, സൊയ്റാബായുമായിരുന്നു. മഹിനാബായും സൊയ്റാബായും. ദെൻ കാശ്മീരിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത്? യെസ്, ലാൽദേദ് ആണല്ലേ, ലാൽദേദാണ്. ആൻസർ എന്താണ്? ലാൽദേദ്. ദെൻ ഹൂ ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ കാശ്മീർ? who led the growth of. then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് അല്ലേ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ വിലയിരുത്തുക. ഇവാലുവേറ്റ് ദ റിസൾട്ട്സ് ഓഫ് ഡിവോഷണൽ മൂവ്മെൻറ്റ്. എന്തൊക്കെയായിരുന്നു? സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങളുണ്ടായി. അതുപോലെ സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. ദെൻ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു. ദെൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? there were progress change in the social and religious spheres. then concept of social equality began to emerge. then the idea of equality between men and women was thought about. then able to educate about the greatness of occupation. okay, the next നോക്കാം. സൂഫികൾ ആരായിരുന്നു? who were the Sufis? ആരായിരുന്നു സൂഫികൾ? യെസ്, ഭക്തിഗാനാലാപത്തിലൂടെ ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു ആര്? യെസ്, സൂഫികളല്ലേ. അതായത് സൂഫി were those who adopted bhakti was way to approach God by giving importance to the concept of monotheism, brotherhood, human love and devotion through the devotional singing. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂഫി പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണമെന്ത്? വാട്ട് കോസ് റൈസ് ഓഫ് സൂഫി മൂവ്മെൻറ്റ്? അതായത് എന്തായിരുന്നു കാരണം? യെസ്, ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പ്രവണതകളാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണം. അതായത് the tendency of rulers to focus worldly things like wealth, power, luxurious life and the reason why Sufi movement emerged. okay, then next question നോക്കാം. സൂഫികളുടെ താമസ സ്ഥലത്തിൻ്റെ പേര്. നെയിം ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് സൂഫീസ്. എന്താണ്? യെസ്, ഗാൻഗാഹുകളാണല്ലേ. ആൻസർ എന്താണ്? ഗാൻഗാഹുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? യെസ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിവോഷണൽ സോങ്സ് സങ് ഇൻ സൂഫി സെൻറ്റേഴ്സ് ഇസ് സ്പെഷ്യൽ സിംഗിങ് സ്റ്റൈൽ കോൾ എന്താണ്? യെസ്, ഗവ്വാലിയാണല്ലേ. ഗവ്വാലികൾ. സമ എന്ന പേരിൽ കോൾ സമ. എന്താണ്? ഗവ്വാലികൾ, അതായത് ഗവ്വാലീസ്. ഓക്കെ, ദെൻ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും എഴുതുക. റൈറ്റ് ദ മേജർ സൂഫീസ് ആൻഡ് ദ റീജിയൻ അസോസിയേറ്റഡ് വിത്ത് യെസ്, ഷെയ്ഖ് ഷഹാബുദ്ദീൻ സുഹർദി. റീജിയൻ ഏതാണ്? സിൽഹറ്റ് ആണ്. ദെൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, റീജിയൻ ഡൽഹി. ദെൻ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി, റീജിയൻ ഏതാണ്? യെസ്, അജ്മീർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 12 സൂഫി വിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത്. 12 സെക്ട്സ് ഓഫ് സൂഫീസ് were known as എന്തായിരുന്നു? യെസ്, സിൽസിലകളാണല്ലേ, അതായത് സിൽസിലാസ്. ദെൻ സൂഫി ഗുരുവിനെ അറിയപ്പെടുന്നത് പീർ അഥവാ ഷെയ്ഖ് അല്ലേ, പീർ.
എന്താണ്? പീർ അല്ലേ. ദെൻ സൂഫി ഗുരുവിനെ അനുഗമിക്കുന്ന അനുയായികൾ അറിയപ്പെടുന്നത് എന്താണ്? ദ ഫോളോവേഴ്സ് ഓഫ് ദ സൂഫി ഗുരു വെർ നോൺ ആസ് മുരീദ് ആണ്. ദ ഫോളോവേഴ്സ് ഓഫ് ദ സൂഫി ഗുരു വെർ നോൺ ആസ് മുരീദ്. ദെൻ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായത് എങ്ങനെയാണ്? അതായത് ഹൗ ഡിഡ് ദ ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്? എങ്ങനെയൊക്കെയാണ്? യെസ്, പ്രാദേശിക ഭാഷകളിലെ ആശയപ്രചരണം, അതായത് പ്രൊപ്പഗൻഡ ഓഫ് ഐഡിയാസ് ഇൻ ലോക്കൽ ലാംഗ്വേജസ്. അതുപോലെ തമിഴ്, പഞ്ചാബ്, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ പ്രാദേശിക ഭാഷകളിലെ ഭക്തി കാവ്യരചന, അതായത് ഡിവോഷണൽ പോയട്രി ഇൻ റീജിയണൽ ലാംഗ്വേജസ് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്കു, കന്നഡ ആൻഡ് മലയാളം. പ്രാദേശിക ഭാഷകളിലെ സാഹിത്യരചന, ലിറ്റററി കോമ്പോസിഷൻ ഇൻ റീജിയണൽ ലാംഗ്വേജസ്. അതുപോലെ വിവിധ ഭാഷകളിലേക്കുള്ള മഹാഭാരതവും രാമായണത്തിൻ്റെയും വിവർത്തനം, ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത ആൻഡ് രാമായണ ഇൻ ടു വേരിയസ് ലാംഗ്വേജസ്. നെക്സ്റ്റ് നോക്കാം, പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളും. മേജർ ലിറ്ററസി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷ അഥവാ വെർണാക്കുലർ ലാംഗ്വേജ് തമിഴ്. ദെൻ ലിറ്റററി വർക്ക് ഏതാണ്? യെസ്, 4000 ദിവ്യപ്രബന്ധവും അതുപോലെ തിരുമുറകളാണല്ലേ. 4000 ദിവ്യപ്രബന്ധം രചയിതാവ് ആരാണ്? ആഴ്വാർമാരും നായനാർമാരും. ദെൻ കന്നഡ വചനാസ് രചയിതാവ് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ പ്രഭു. ദെൻ തെലുങ്കു കൃതി മഹാഭാരത വിവർത്തനം, ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത. ദെൻ ഓദർ ആരാണ്? നന്നയ്യ തിക്കണ്ണ ഇയരപ്രഗത. നന്നയ്യ തിക്കണ്ണ ഇയരപ്രഗത. ദെൻ നെക്സ്റ്റ് ബംഗാളിയാണല്ലേ. കൃതി ഗീതാ ഗോവിന്ദം, അതായത് ഗീതാ ഗോവിന്ദ. ദെൻ ഓദർ ജയദേവ അഥവാ ജയദേവൻ. ദെൻ നെക്സ്റ്റ് നോക്കാം, ഹിന്ദിയാണ്. പത്മാവത്, മാലിക് മുഹമ്മദ് ജയ്സിയാണ് ഓദർ. ദെൻ കൃതി ഏതാണ്? മലയാളം. ജ്ഞാനപ്പാന പൂന്താനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ദെൻ അധ്യാത്മരായണ ഓതേഴ്സ് ഗാസി മുഹമ്മദാണ്. കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ദെൻ മുഹീദ്ദീൻ മാല ഗാസി മുഹമ്മദാണ് അല്ലേ. ജ്ഞാനപ്പാന പൂന്താനമാണ്. ജ്ഞാനപ്പാന ആരാണ്? പൂന്താനം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഉറുദു ഭാഷയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ, വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ് ആരായിരുന്നു? യെസ്, അമീർ ഖുസ്രു ആണല്ലേ. ആരാണ്? അമീർ ഖുസ്രു. ദെൻ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ്? എന്തൊക്കെയായിരുന്നു? യെസ്, അതായത് മതസഹിഷ്ണുത, അതായത് റിലീജിയസ് ടോളറൻസ്. അതുപോലെ തന്നെ എന്താണ്? ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം രൂപപ്പെട്ടു. ആറ്റിറ്റ്യൂഡ് എഗെയിൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഫോം. അതുപോലെ അടിച്ചേൽക്കപ്പെട്ട ആചാരങ്ങളും ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ശക്തിപ്പെട്ടു. ആറ്റിറ്റ്യൂഡ്സ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റം സ്ട്രെങ്തൻ അല്ലേ, അതായത് ശക്തിപ്പെട്ടു, സ്ട്രെങ്തൻ. ദെൻ സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകൾ ഏതെല്ലാം? വാട്ട് ആർ ദ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി? മുഖമുദ്രകളാണല്ലേ ചോദിച്ചുള്ള. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഈ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.